യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം അതിന്റെ 16 വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിലുള്ള ഇസഹാക്കിന്റെ മക്കളായ യാക്കോബും ഏശാവിനെ കുറിച്ചുള്ള ആത്മീക ചിന്തകളാണ്. അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം അതിന്റെ 16 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു: ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉള്ളവനായിരിക്കാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഉള്ള ഒരു പരിശ്രമം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദിവസങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം അതിൻ്റെ 25, 26 വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു. അവൻ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കൊതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവത്തിന് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ചാണ്. ഏതൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ പോലും ദൈവത്തിന് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയുണ്ട്. അവന് ഉണ്ടായി കഴിഞ്ഞല്ല ദൈവത്തിന് പദ്ധതിയുള്ളത്. മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് ദൈവത്തിന്റെ മുൻനിർണയത്തിന് അനുസരിച്ചുള്ള പദ്ധതികളാണ്. പക്ഷേ പിശാച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പിശാച് മനസ്സിലാക്കിയിട്ട് പിശാച് എപ്പോഴും ആ പദ്ധതികളെ അട്ടിമറിക്കുവാൻ അവൻ പരിശ്രമിക്കാറുണ്ട്. മോശയുടെ കാര്യത്തിലും നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ദൈവം എബ്രായ മാതാപിതാക്കളുടെ ഉള്ളിൽ ദൈവം ഒരു ശിശുവിനെ ആക്കി വെച്ചു. അവന്റെ പേരാണ് മോശ. എന്നാൽ മോശ ജനിക്കുമ്പോൾ അവനെ കൊന്നുകളയുവാൻ, ജനനത്തിങ്കൽ തന്നെ നശിപ്പിക്കുവാൻ ആ ഈജിപ്റ്റ് മുഴുവനും അന്നത്തെ രാജാവായ ഫറവോനെ കൊണ്ട് ഒരു ഡിക്രി, ഒരു പ്രഖ്യാപനം പിശാച് നടത്തിച്ചു. ഉണ്ടാകുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളവാനായിരുന്നു ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് മോശയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. ഇതുപോലാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ സംഭവിച്ചത്. ഹെരോദാവ് കുഞ്ഞിനെ കൊന്നുകളവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ദേശത്തിലുള്ള ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളവാൻ അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള മുൻ നിർണയങ്ങൾ അറിയാമെങ്കിൽ, നമ്മളുടെ ജനനം തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ആ പ്രധാനപ്പെട്ട അവസ്ഥയിൽ തന്നെ നമ്മളെ നശിപ്പിക്കുവാനാണ് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സത്യം നമ്മൾ മറക്കരുത്. എന്നാൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ നശിപ്പിക്കുവാൻ പിശാച് കടന്നു വരുമ്പോൾ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവസന്നിധിയിൽ നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്തു കളവാൻ തക്കോണം ഇടയായിത്തീരും. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് തന്റെ ചന്ദ്രരോഗം, എപ്പിലെപ്സി ബാധിച്ച മകനെ കൊണ്ടുവന്നു. ഈ അപ്പൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ അപ്പൻ എന്താ പറഞ്ഞത്? ഈ അശുദ്ധാത്മാവ്, ഈ രോഗശക്തി ഇവനെ പലപ്പോഴും വെള്ളത്തിലും തീയിലും ഇട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ പയ്യനെ നശിപ്പിക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. കാരണം ദൈവത്തിന് ഇവനെ കൊണ്ട് ഉദ്ദേശമുണ്ട്. അതേപോലെ തന്നെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായ ആ ദുഷ്ടശക്തി അവനെ നശിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചു. പലപ്പോഴും അവനെ തന്നെ ഉപദ്രവിക്കുന്നതായ സമയങ്ങൾ കടന്നു വന്നു. അവനെ തന്നെ അവൻ ദ്രോഹോപദ്രവം ഏൽപ്പിച്ചു, കൊല്ലുവാൻ ശ്രമിച്ചു എന്നൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ ഈ ഭൂതഗ്രസ്തന്റെ മേലുള്ള ആ ഭൂതാത്മാവിനെ യേശു പുറത്താക്കിയ ശേഷം ഇവൻ ദക്കപ്പൊലി നാട് മുഴുവനും സുവിശേഷം അറിയിക്കുന്ന ഒരുവനായി തീർന്നുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അന്നർത്ഥം ഈ ഭൂതഗ്രസ്തനായ ഈ യുവാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈകളിൽ ഇണങ്ങുന്ന ഒരു സുവിശേഷകനായി, ഒരു ദൈവദാസനായി, ദൈവത്തിന്റെ ഒരു ഭൃത്യനായി ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു.
പക്ഷെ അവനെ കൊന്നുകളവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നും അങ്ങനെയാണ്. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ചന്ദ്രരോഗമുള്ള ഈ മകനെ കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള എല്ലാവരോടുമായി യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. വാഗ്ദത്തം നിറവേറുവാൻ താമസിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തടസ്സങ്ങൾ നേരിടുമ്പോൾ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥനയുടെ ഗുണമെന്താണെന്നും വിശുദ്ധ വേദോസ്തവം പറയുന്നുണ്ട്. നാം പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. ആകാശത്തിന്റെ ഏത് മണ്ഡലങ്ങളിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട്, നമ്മുടെ മറുപടികളോട്, നമ്മുടെ നന്മകളോട് പോരാടുന്ന ഏതെങ്കിലും പൈശാചിക അന്ധകാര ശക്തികളുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ നമുക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് വിടുവിച്ചെടുത്ത് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം മറുപടി തരുന്നവനായ ദൈവമാണെന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയെ അട്ടിമറിക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ചു, ദൈവം ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുൻനിർണയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനർത്ഥം ദൈവം മുഖപക്ഷം കാണിച്ചു എന്നല്ല, മറിച്ച് ഇവരെ രണ്ടുപേരെ കുറിച്ചുള്ള ദൈവിക മുൻനിർണയം ദൈവത്തിനുണ്ടായിരുന്നു. ഇനി നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്രയേലിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആ ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ജ്യേഷ്ഠ അവകാശം. അതായത് ഒരു കുടുംബത്തിൽ ജനിക്കുന്നതായ മൂത്ത മകന് ജ്യേഷ്ഠ അവകാശമുണ്ട്. അതിന്റെ പ്രത്യേകത വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഭവനത്തിൽ മൂത്ത സന്തതിയായി ജനിക്കുന്ന ആൾക്ക് ആ കുടുംബത്തിന്റെ തലവൻ എന്ന പദവിയും അതേപോലെ ജന്മ അവകാശങ്ങളും ഭൂമിയുടെ വാഗ്ദത്വവും അതുപോലെ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളും അവന് ലഭിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ജ്യേഷ്ഠാവകാശം കൊടുക്കുമ്പോൾ നിന്നിലൂടെ ലോകരക്ഷകൻ ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ മശിഹ ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദത്വവും ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്ത പൈതലിലാണ് ഈ ജ്യേഷ്ഠാവകാശമുള്ളത്. പക്ഷെ ഏശാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ദൈവത്തിനറിയാം ഏശാവ് ഈ ജ്യേഷ്ഠാവകാശത്തെ നിന്ദിക്കുമെന്ന്, അതിനെ അലക്ഷ്യമാക്കുമെന്ന്. എന്ന് മാത്രമല്ല, ദൈവം യാക്കോബിനെ സ്നേഹിക്കാൻ കാരണം യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുൻനിർണയങ്ങളിൽ ദൈവത്തിന് അറിയാം യാക്കോബിന് മാത്രമേ ഈ ജ്യേഷ്ഠാവകാശത്തെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ യാക്കോബ് മാത്രമേ ദൈവത്തെയും ദൈവത്തിന്റെ പ്രമാണത്തെയും അനുസരിക്കുകയുള്ളൂ എന്നും ദൈവത്തിനറിയാം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? പിശാച് ഈ ഏശാവ് തന്നെ ജ്യേഷ്ഠാവകാശത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചു. എന്ന് മാത്രമല്ല, മശിഹ ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടാകരുത് എന്നുള്ള പിശാചിന്റെ തന്ത്രമായിരുന്നു ഈ അമ്മയുടെ ഉദരത്തിലുള്ള ഈ തിക്കിത്തിരക്കൽ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ ഒരു വേദന, ആ ഒരു പ്രയാസം റെബേക്ക അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ ദൈവസ്ഥാനത്തിലേക്ക് ചെന്നത്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഇസ്ഹാക്ക് ഏശാവിനെ സ്നേഹിച്ചപ്പോൾ യാക്കോബിനെ റിബേക്ക സ്നേഹിച്ചു. കാരണം ആ മാതാവിനുണ്ടായിരുന്ന ആത്മീയ ദർശനങ്ങളായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു ആത്മീയ ദർശനം ഉണ്ടെങ്കിൽ ആ ആത്മീയ ദർശനത്തിനനുസരിച്ച് നാം മുന്നോട്ട് പോകണം. എന്തുകൊണ്ടെന്നാൽ നമ്മളിലൂടെ ദൈവം തന്റെ നീതിയെ വെളിപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് ജനനത്തിങ്കൽ ഏശാവിന്റെ കുതികാൽ പിടിച്ച് യാക്കോബ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിതാവും മാതാവും മക്കളുടെ പേരിട്ടപ്പോൾ ശരീരം മുഴുവൻ രോമാവൃതമായ ഏശാവിന് ഏശാവ് എന്നുള്ള പേരിട്ടു. അതുപോലെ കുതികാൽ പിടിച്ച് ഇറങ്ങി വന്നുകൊണ്ട് യാക്കോബിന്റെ പേര് ഉബായി എന്നർത്ഥമുള്ള യാക്കോബ് എന്നായി മാറി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കുന്ന നാമങ്ങളാണ്. ലോകം നമ്മെ വിളിക്കുന്ന പേരാണ്. പക്ഷേ ദൈവം നമുക്കൊരു പുതിയ പേര് തരും. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവകാര്യങ്ങൾക്ക് നാം കൊടുക്കുന്ന സമർപ്പണമാണ് നമ്മുടെ പുതിയ പേരിന്റെ കാരണവും. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. നമ്മുടെ നന്മകളെ നശിപ്പിക്കുവാൻ നാം പിശാചിനെ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഈ സന്ദേശത്തിന് മുമ്പാകെ സമർപ്പിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ മേലുണ്ട് എന്നുള്ളതും
അതുപോലെ ദൈവത്തിൻ്റെ മുൻ നിർണയങ്ങൾ ഞങ്ങളുടെ മേലുണ്ടെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനും രൂപാന്തരപ്പെടുവാനും അനുദപിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും ഞങ്ങളേവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.